ഇവൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് പുണ്യാളിൽ എന്തിനാ മെഴുതിലെത്തിക്കാൻ പോയത്? ഇവൻ ഈ പള്ളി പൊളിച്ചു കൊണ്ട് തന്നെ പുണ്യാളിനെ അടിച്ചു മാറ്റാനായിരുന്നു അല്ലടല്ലേ? നമ്മള് അമ്പലക്കള്ളന്മാർക്ക് പോലും തോന്നാത്ത പണിയായപ്പോഴാ ഡാർവിനെ നീ ഈ കാണിച്ചത്. അയ്യപ്പാ, പുണ്യാളിനെ കാത്തോണേ. പുണ്യാള, ഞാനൊരു കളി കളിക്കാൻ പോവാ. കണ്ട വാർത്തമാരൊക്കെ കൊച്ചി വന്ന് കളിച്ച് വട്ടാവെന്ന് വിചാരിച്ചോ പന്നി. ഇവിടെ വന്ന് കിടന്ന് ഷോ കാണിക്കണോടാ. അച്ചായോ, ഇത് അച്ചായന്റെ സ്ഥലമാ. ചുറ്റിനും നിങ്ങളുടെ ആൾക്കാരും. ഞാനിവിടെ വന്നേക്കുന്നത് ഒറ്റയ്ക്കല്ലേ. അങ്ങനെ ആവുമ്പോ അടിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാ. അതിന് ധൈര്യം ഉണ്ട് ഇവന്മാരോട് എന്നെ ഒന്ന് വിടാൻ പറയടാ ഡാർവിനെ. തല്ലി തീർക്കാനാണ് ഇനിയൊരു 10 ആളെ കൂടെ കൂട്ടിയ ഇവിടെ വെച്ച് എന്നെ അങ്ങ് തീർക്കാ അച്ചായന്. പക്ഷെ പിന്നെ പുണ്യാളിനെ അച്ചായന് തിരിച്ചു കിട്ടുകയല്ല. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതിന് സംസാരിച്ചൊരു തീരുമാനമാക്കിയ സ്വർണ്ണ പുണ്യാളിനെ തിരിച്ചു തന്ന് നമുക്ക് ഹാപ്പി ആയിട്ടങ്ങ് പിരിയായിരുന്നു. അതിന് നീ ജീവനോടെ ഇവിടുന്ന് പോയാലല്ലടാ. പോവച്ചായോ, പുണ്യാളൻ എന്റെ അടുത്തുള്ളിടത്തോളം കാലം നിങ്ങൾ എന്നെ ഒരു പുല്ലും ചെയ്യല. അന്തോണീസ് പുണ്യാളന്റെ പള്ളിക്കകത്തിരിക്കുന്നത് ഒറിജിനലിന് പകരം ചായം പൂശിയ പ്രതിമയാണെന്ന് ഈ നാട്ടിലെ വിശ്വാസികൾ അറിഞ്ഞ ഗൊറില്ല ഡാർവിന്റെ ഷട്ര. മോനെ, കുറച്ച് വെള്ളം കിട്ടുമോ? ഇരിക്കച്ചാ. അച്ചായൻ എനിക്കിട്ട് പണിതതിൻ്റെ ഒരു സ്റ്റൈല് എനിക്കങ്ങ് ബോധിച്ചു. അപ്പം ഞാൻ തിരിച്ച് അച്ചായന് പണി തരുമ്പോഴും അതിൻ്റെതായ ഒരു രീതി വേണ്ടേ? നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു വേണോ അച്ചായ? എൻ്റെ കുഞ്ഞു പോയി. ആ വിഷമം
എൻ്റെ ഭാര്യയും ഞാനും കൂടെ അങ്ങ് സഹിക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ചായൻ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണം. ഇവന്റെ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തേക്കടാ. വാങ്ങിച്ചു കൊടുക്ക. എൻ്റെ വീട്ടിൽ നിന്ന് അച്ചായൻ കൊണ്ടുപോയ അതേ സാധനങ്ങൾ എനിക്ക് തിരിച്ചു വേണം. ആ സാധനങ്ങളുടെയൊക്കെ പിന്നില് ഒരുപാട് സന്തോഷവും സങ്കടവും എൻ്റെ കൂട്ടുകാരുടെ സ്നേഹമൊക്കെ ഉണ്ട്. അത് പുതിയതിൽ കിട്ടത്തില്ലല്ലോ. പിന്നെ എൻ്റെ ഭാര്യയുടെയോ കൂട്ടുകാരുടെയോ 7 അയലത്ത് അച്ചായൻ്റെയോ ഇവന്മാരുടെയോ നിഴല് പോലും വീണ പുണ്യാളം പ്രത്യക്ഷപ്പെടും. അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ട് തന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. കുപ്പി ഗ്ലാസ് 6, സ്റ്റീൽ ഗ്ലാസ് 8, സ്റ്റീൽ പ്ലേറ്റ് 8, ഫൈബർ പ്ലേറ്റ് 4, കറിപ്പാത്രം 5, തവി 5, സ്പൂൺ 8 പ്ലസ് 4 12, സ്റ്റീൽ കലം 3, മൺകലം 2, കറിച്ചട്ടി 4, ഒരു പ്ലാസ്റ്റിക് ബേസിൻ, കയ്യുറ 2, ഒരു പച്ച ഒരു ചുമപ്പ്, ചായ അരിപ്പ ചായ പാത്രം, പപ്പടം കുത്തി പത്രം സ്റ്റാൻഡ്, ഒരു പുട്ടുകുടം, ഒരു ദോശക്കല്ല്, ഇരുമ്പ് ചട്ടി, കുക്കർ, സ്റ്റൗ 3, ഗ്യാസ് സ്റ്റൗ, ഒരു സിലിണ്ടർ, 4 കോഴി കോഴിക്കൂട്, 3 മൊബൈൽ ഫോൺ, ഒരു സൈക്കിള്. പലചരക്ക് ലിസ്റ്റ് ഞാൻ വേറെ തരാം. ആ, ഒരു സാധനം മിസ്സായി, ചെരവ. ഇനി ഇലക്ട്രോണിക്സ്: മിക്സി, ഫാന്, ടൈം പീസ്, അയൺ ബോക്സ്, 2 ട്യൂബ് ലൈറ്റ്, ഒരു 0 ബൾബ് ചോപ്പ്, കൊതുക് ബാറ്റ്, ഫ്രിഡ്ജ്, സ്റ്റെബിലൈസർ, പിന്നെ 12 ഷർട്ട്, 3 പാൻറ്, 4 നൈറ്റി, 5 സാരി, ചെരുപ്പ് 4 ജോഡി. എൻ്റെ ഭാര്യയുടെ കൂടെ ചേർത്ത. ബൈക്ക് കാവസാക്കി KB 100, 2 ബെഡ്ഷീറ്റ്, 4 തലയാണ, പുൽപ്പായ, ഒരു കട്ടില്. പിന്നെ ഇതൊന്നും കൂടാതെ 10-20 ദിവസം എൻ്റെ ഉറക്കവും സമാധാനവും ഇല്ലാതാക്കിയതിന് ഒരു 10 ലക്ഷം രൂപ അച്ചായൻ എനിക്ക് തരേണ്ടി വരും.